ഹായ് അസ്സലാമു അലൈക്കും. ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പച്ചമാങ്ങ കൊണ്ട് ഒരു നാടൻ ഒഴിച്ചുകറി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു മാങ്ങയാണ് ചെത്തി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നീളത്തിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് ഞാനിതുപോലെ ഉപ്പ് തിരുമ്മി വെക്കുന്നുണ്ട്. അതിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഞാൻ ഒരു ചെറിയ സവാള, ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു തക്കാളി കൂടി പോകണ്ട, കാരണം മാങ്ങ പുളിയുള്ളതാണല്ലോ. പിന്നെ ഒരു പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിപ്പോൾ ഈ മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ വെക്കുന്ന പാത്രത്തിലേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ കൈകൊണ്ട് തിരുമ്മിയെടുക്കാം, മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇനി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരമുറി തേങ്ങ, പിന്നെ 3 ചെറിയ ഉള്ളി, ഒരു 4 എണ്ണം എടുക്കാം. പിന്നെ 4 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 2 പച്ചമുളകും ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം പച്ചമുളക് എരിവിന് അനുസരിച്ച് ആവശ്യമുള്ളത്ര ഇടാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താ നോക്കാം. ഇപ്പോൾ ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മസാല ഇട്ട് വെച്ച അത് ഒന്ന് കുറച്ച് ഇതുപോലെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിൽ വെക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഇതൊരു 1/2 വേവാകുമ്പോൾ നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ആദ്യമേ ചേർത്തിട്ടുണ്ടെങ്കിൽ മാങ്ങ വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ ഇതൊരു 1/2 കുക്ക് ആയതിന് ശേഷം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി മൂടി വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ അത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് തേച്ച് വെച്ച മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് മാങ്ങയിൽ അത്യാവശ്യം ഇട്ടത് കൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിലിട്ടിട്ടില്ല. ഇനി കുറച്ച് വേവാകുമ്പോൾ വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മാങ്ങ ഇട്ടതിന് ശേഷം. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ മാങ്ങ ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാനിപ്പോൾ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഇനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ചെറുതായി തള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് താളിച്ചെടുക്കണം. അതിന് ശേഷം ഇപ്പോൾ അത്
ചെറുതായി തള വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനി ഇത് താളിക്കാം. മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ എന്താ പറയുക, വെള്ളം ഒഴിക്കണമെങ്കിൽ വേണമെങ്കിൽ ഒഴിക്കാം, നമ്മൾ ടേസ്റ്റിനനുസരിച്ച്. ഇപ്പോൾ മൺചട്ടിയിലായതുകൊണ്ട് അത് ഇനിയും കുറുകാൻ ചാൻസ് ഉണ്ട് ചൂടാറി വരുമ്പോൾ. ഇപ്പോൾ ഞാൻ പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ സവാള കട്ട് ചെയ്തത്, ഇല്ല ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി ഇടാം. എന്തിനും ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. ഞാനിപ്പോൾ സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചെറുതായി ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. വറ്റൽമുളക് വാടി വരുമ്പോൾ 2 കറിവേപ്പില, ഇതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് ഉള്ളത്. ഇനി ഇത് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും. മൺചട്ടി ആയതുകൊണ്ട് കുറുകി വരും. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.